ചെമ്പകാസ് ഫാഷൻ കോർണർ, ഈസ്റ്റേൺ ഗ്രൗണ്ട്, കാഞ്ഞിരമിറ്റം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ചെമ്പകാസ്, അടിമാലി, പെരുമ്പാവൂർ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഓറിയന്റൽ ഫർണിച്ചർ മാർട്ട് ആൻഡ് ബെഡ് സെന്റർ, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. ലൈക്ക് ഡിസൈനർ ടൈൽസ്, അച്ചൻകവല, തൊടുപുഴ. നമസ്കാരം. മീഡിയ ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. റബ്ബർ വിലയിടിവിനെതിരെ വിവിധ കർഷക സംഘങ്ങൾ തൊടുപുഴ നഗരത്തിൽ സമര പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു. മുട്ടം തോട്ടുങ്കര പാലത്തിൽ ഗർത്തം രൂപപ്പെട്ടത് ഭീതി പരത്തി. വാർത്തകൾ വിശദമായി. തൊടുപുഴ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഇതിന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മോളി ജോസ് നിർവഹിച്ചു. ഇതിനോടനുബന്ധിച്ച് റൈറ്റ് പാത്ത് എന്ന ടെലിഫിലിം പ്രദർശനവും നടന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടന്നുവരുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ സമൂഹം ഉണരണമെന്ന മുദ്രാവാക്യം ഉയർത്തി ജനമൈത്രി പോലീസ് ബോധവൽക്കരണ പരിപാടിയുമായി രംഗത്തിറങ്ങി. വിദ്യാർത്ഥികൾ നാളത്തെ സമൂഹമാണെന്ന തത്വം ഉൾക്കൊണ്ടാണ് ജനമൈത്രി പോലീസ് ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തൊടുപുഴ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങളെ ആധാരമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം സ്കൂൾ എച്ച്.എം. മോളി ജോസ് നിർവഹിച്ചു. ഇന്നലെ ഏകദേശം ഈ സമയത്താണ് ചോദിച്ചത് ജനമൈത്രി പോലീസിന്റെ വകയായി വിഷ്വൽ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാൻ അവസരം തരാമോ സിസ്റ്റർ? വിഷയം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് സമൂഹത്തിൽ പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ അതൊന്ന് കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗേൾസ് ഹൈസ്കൂൾ ആയതുകൊണ്ട് എന്റെ മക്കൾക്ക് വരാവുന്ന വിപത്തുകൾ എന്താണെന്നും അവയിൽ നിന്ന് രക്ഷ നേടാൻ ഒരു തിരി വെളിച്ചം ഇതുവഴി എന്റെ മക്കൾക്ക് ലഭിക്കുമെങ്കിൽ അത് ഒരു ദിവസം മുഴുവൻ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ മെച്ചമാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ആരോടും ചോദിക്കാതെ തന്നെ സമ്മതിക്കുകയായിരുന്നു. ഈ 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ടെലിഫിലിമിന്റെ പ്രോഗ്രാം കണ്ട് നിങ്ങൾ ആസ്വദിക്കണം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എന്താണ് നാം ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് എന്താണ് നാം ഉൾക്കൊള്ളേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം, സൂപ്പർസോണിക് വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തില് മോഡേൺ ആയി തീരുവാൻ നാം ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളും സംവിധാനങ്ങളും നമ്മുടെ വേഷഭൂഷാദികളും ഒക്കെ നമ്മളെ എത്രമാത്രം ആപത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ചിന്തിക്കുവാനും വിലയിരുത്തുവാനും ഇതിന്റെ എല്ലാം ആവശ്യവും നന്മയും കണക്കാക്കി അതിനെ ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് നമ്മുടെ മനസ്സിൽ കുറച്ച് തീരുമാനമെടുക്കുവാനും ഈ 40 മിനിറ്റ് സമയം ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജനമൈത്രി പോലീസിന്റെ നേതൃനിരാംഗങ്ങളായ സാജിനസ്, മഹേഷ് അഗസ്റ്റിൻ, സിയാദ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. തുടർന്ന് സ്ത്രീകളും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ടെലിഫിലിം റൈറ്റ് പാത്ത് സദസ്സിനെ കീഴടക്കുന്നതായി മാറി. ഈ തരത്തിലുള്ള ഫിലിമുകൾ എല്ലാ വിദ്യാലയങ്ങളും പ്രദർശിപ്പിക്കാനാണ് ജനമൈത്രി പോലീസ് പദ്ധതിയിട്ടിരിക്കുന്നത്.
വിലയിടിവിനെതിരെ വിവിധ കർഷക സംഘങ്ങൾ തൊടുപുഴ നഗരത്തിൽ സമര പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു. രാജ്യക്ഷേമത്തിനായി കർഷകർ ഒരുമയോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി വായു മൂടിക്കെട്ടി നടത്തിയ സമരത്തിൽ നിരവധി കർഷകർ പങ്കെടുത്തു. രാജ്യക്ഷേമത്തിനായി കർഷകർ ഒരുമയോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി റബ്ബർ വിലയിടിവിൽ പ്രതിഷേധിച്ച് കർഷക സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സമര പ്രഖ്യാപന റാലി നടത്തി. നൂറുകണക്കിന് കർഷകർ പങ്കെടുത്ത റാലിയിൽ വായു മൂടിക്കെട്ടി പ്രതിഷേധം പ്രകടമാക്കിയത് തികച്ചും വ്യത്യസ്തത നിറഞ്ഞതായി മാറി. ഇതിനു മുന്നോടിയായി തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ യോഗം സംഘടിപ്പിച്ചിരുന്നു. റബ്ബർ വിലയിടിവ് തടയുക, റബ്ബർ ഇറക്കുമതി പൂർണ്ണമായി നിർത്തലാക്കുക, കർഷകർക്ക് സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക, വായ്പകളുടെ പലിശ പൂർണ്ണമായി എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വെച്ചത്. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. കാർഷിക മേഖലയുടെ തകർച്ച ഒരു നാടിന് തന്നെ ദീനരോധനമായി മാറുവാൻ ഇനി അധികകാലം ശേഷിക്കുന്നില്ല എന്നുള്ള നഗ്ന സത്യം നാം ഓരോരുത്തരും തിരിച്ചറിയണമെന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റബ്ബറിന്റെ വില തകർച്ച മൂലം നമുക്കെല്ലാം അറിയാം, ഈ വർഷത്തെ ഓണാഘോഷങ്ങളെല്ലാം കാറ്റിൽ പറന്ന അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും പ്രകൃതി ഒരു പരിധിവരെ നമ്മളെ സഹായിച്ചു ഓണം ഘോഷിക്കാതിരിക്കുവാൻ മഴയിലൂടെ. പ്രകൃതിക്ക് അത്രയും നന്ദി. എന്നിരുന്നാലും നമ്മുടെ മുൻപിലേക്കുള്ള ദിനങ്ങൾ ഒട്ടും ശുഭോദർക്കമല്ല എന്ന് മാത്രം നാം തിരിച്ചറിയണം. അതെ, നമ്മുടെ നാണ്യവിളകൾക്കും ഉൽപ്പന്നങ്ങൾക്കും വില ലഭ്യമായെങ്കിൽ മാത്രമേ വ്യാപാര സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും എന്തിനേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും കുട്ടികൾക്ക് ഫീസ് കൊടുക്കുവാൻ വരെ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും കയ്യിൽ പണമുണ്ടാകുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരേണ്ടതുണ്ട്, എത്തിച്ചേരേണ്ടതുണ്ട്. ആ ഒരു രംഗത്തേക്കുള്ള മനുഷ്യരെ, വ്യക്തികളെ ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് കർഷക സമിതി ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റബ്ബറിന്റെ ഭീമമായ വിലയിടിവ് തടയുവാൻ റബ്ബർ ഇറക്കുമതി നിർത്തലാക്കുക, ബ്ലോക്ക് റബ്ബറിന്റെ ഇറക്കുമതി പൂർണ്ണമായും നിർത്തലാക്കുക, 172 രൂപയ്ക്ക് തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞ നിലയിൽ 172 രൂപയ്ക്ക് തന്നെ റബ്ബർ സംഭരിക്കുക, മനുഷ്യനെ കളിയാക്കുന്ന 2 രൂപ വർദ്ധിപ്പിച്ച് 2 രൂപ വില കൂട്ടി റബ്ബർ എടുക്കും എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉമ്മാക്കി കളഞ്ഞതിന് ശേഷം 172 രൂപയ്ക്ക് തന്നെ റബ്ബർ സംഭരിക്കുവാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കുക. അതുപോലെ ബ്ലോക്ക് റബ്ബർ, മൂല്യമില്ലാത്ത ബ്ലോക്ക് റബ്ബർ ഇറക്കുമതി ചെയ്തുകൊണ്ട് റബ്ബർ വ്യവസായത്തെ തകർക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക. അതോടൊപ്പം തന്നെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ആനുകൂല്യങ്ങൾ നൽകുക, കർഷകരുടെ കടങ്ങൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തുക, പ്രത്യേകമായി കർഷകർ എടുത്തിട്ടുള്ള എല്ലാ കടങ്ങളും പലിശരഹിത ദീർഘകാല വായ്പകളാക്കി പുനഃസ്ഥാപിക്കുക, കർഷകരുടെ എല്ലാ കടങ്ങളുടെയും പലിശ എഴുതിത്തള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കർഷകരെ സംരക്ഷിക്കുവാൻ സ്ഥാപിതമായിരിക്കുന്ന റബ്ബർ പ്രൊഡ്യൂസിംഗ് സൊസൈറ്റികളും അനുബന്ധ വ്യവസായങ്ങളും തകർച്ചയെ നേരിടുമ്പോൾ അതിനെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക. ത്രിതല പഞ്ചായത്തുകൾ RPSകൾക്ക് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങൾ പുനഃസ്ഥാപിക്കുക. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ KI ആന്റണി, BJP ജില്ലാ പ്രസിഡന്റ് PA വേലുക്കുട്ടൻ, CITU നേതാവ് TR സോമൻ, കർഷക സമിതി ജനറൽ സെക്രട്ടറി സുജി കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. മുട്ടം തോട്ടുകര പാലത്തിൽ ഗർത്തം രൂപപ്പെട്ടത് ഭീതി പരത്തി. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് പാലത്തിൽ അപകടകരമായ രീതിയിൽ കുഴി കണ്ടത്. നാട്ടുകാരും പോലീസും ചേർന്ന് ഗതാഗതം തിരിച്ചുവിട്ടതിനെ തുടർന്ന് വൻ അപകടം ഒഴിവാകുകയായിരുന്നു. മുട്ടം തോട്ടുങ്കര പാലത്തിൽ വൻ ഗർത്തം രൂപപ്പെട്ട വാഹന ഗതാഗതം സ്തംഭിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ ഗർത്തം കാണപ്പെട്ടത്. സംസ്ഥാനത്ത് നിരവധി പാലങ്ങളും അപകടമുൻപിലാണെന്ന വാർത്തകൾ നിരവധി ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് മുട്ടത്തെ പ്രധാന പാതയിലെ പാലത്തിൽ കുഴി രൂപപ്പെട്ടത്. കാലപ്പഴക്കം ചെന്ന പാലങ്ങൾ പുനർനിർമ്മിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങൾ സംജാതമാവുന്നത്. മുട്ടം എരുമേലി ശബരി പാതയിലെ റോഡിലെ പാലത്തിലാണ് അപകടകരമായ നിലയിൽ ഗർത്തം രൂപപ്പെട്ടത്. ഇതോടെ ഈ പാലത്തിന്റെ ശേഷിയെ സംബന്ധിച്ച ജനങ്ങൾക്ക് ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകരും നാട്ടുകാരും വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന ഈ പാലത്തിന്റെ സുരക്ഷിതത്വം ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട 4 അടിയോളം ദൈർഘ്യമുള്ള ഗർത്തം അപകട ഭീഷണി സൃഷ്ടിക്കുമ്പോഴും അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. കാലടിപ്പാലം പോലും ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുമ്പോൾ തൊടുപുഴ പഴയ പാലത്തിന്റെ അവസ്ഥ സംബന്ധിച്ചും ആശങ്ക ഉയരുന്നുണ്ട്. വാർത്തകൾ കാണാം, ഇടവേളയ്ക്ക് ശേഷം. മോഹമുയരുന്നിതാ എന്റെ ആശ
പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വീടിന്റെ പ്രൗഢി മുറ്റത്തു നിന്നും തുടങ്ങണ്ടേ? സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും മുറ്റവും വഴിയും പ്രൗഢമായി ഒരുക്കുവാൻ സെലക്ട് ഡിസൈനർ ടൈൽസ് നിർമ്മിക്കുന്ന ലോകോത്തര നിലവാരമുള്ള പേവിംഗ് ബ്ലോക്കുകളും ഫ്ലോർ ടൈലുകളും. ആരെയും ആകർഷിക്കുന്ന അത്യാധുനിക ഡിസൈനുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങളിൽ. ഈടും ഉറപ്പും മികച്ച സർവീസും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ ഉത്തരവാദിത്വത്തോടെ സൈറ്റിലെത്തി ലേ ചെയ്ത് നൽകുന്നു. മികച്ച വിൽപ്പനാനന്തര സേവനം. ജില്ലയിലെ ഏറ്റവും വലിയ ഡിസൈനർ ടൈൽസ് ശേഖരം. സെലക്ട് ഡിസൈനർ ടൈൽസ്, അച്ചൻകവല, തൊടുപുഴ. ഓറിയന്റൽ ഫർണിച്ചർ മാർട്ട് ആൻഡ് ബെഡ് സെന്റർ, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. പ്രമുഖ കമ്പനികളുടെ ആധുനിക ഡിസൈനുകളിലുള്ള സ്റ്റീൽ, വുഡൻ, ഫൈബർ, ഗ്ലാസ്, ഇമ്പോർട്ടഡ് ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം. അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ. ഓറിയന്റൽ ഫർണിച്ചർ മാർട്ട്, ഭീമ ജുവലറിക്ക് സമീപം, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. സ്റ്റീൽ അലമാര, ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ, വുഡൻ ആൻഡ് സ്റ്റീൽ സെറ്റീസ്, ഡ്രസ്സിംഗ് ടേബിൾ, വുഡൻ ആൻഡ് ഫൈബർ ചെയർസ്, കമ്പ്യൂട്ടർ ടേബിൾ, സ്റ്റഡി ടേബിൾ, ഓഫീസ് ടേബിൾ ആൻഡ് റിവോൾവിംഗ് ചെയർസ്, ഗോദ്രേജ്, ഷെർലോൺ, ശോഭ എന്നീ ബ്രാൻഡഡ് കമ്പനി ബെഡുകളും തിരഞ്ഞെടുക്കുവാൻ. ഓറിയന്റൽ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ, നിയർ ഭീമ ജ്വല്ലറി, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. ഫോൺ 9447917783, 9447941804. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തൊടുപുഴ EAP ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖർ കൺവെൻഷനിൽ പങ്കെടുക്കും. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസാണ് ഈ വിവരം അറിയിച്ചത്. TJ ജോസഫ്, KV സിദ്ധാർത്ഥൻ, NI ബെന്നി തുടങ്ങിയവർ DCC പ്രസിഡന്റിന് ഒപ്പമുണ്ടായിരുന്നു. കൺവെൻഷൻ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്യുക. KPCCയുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ, ബഹുമാന്യനായ മുൻ KPCC പ്രസിഡന്റും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തല, KPCCയുടെ വൈസ് പ്രസിഡന്റുമാർ ശ്രീ MM ഹസൻ, ശ്രീ AK മണി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ തമ്പാനൂർ രവി തുടങ്ങിയ നേതാക്കളും ജില്ലയിൽ നിന്നുള്ള മറ്റ് പ്രമുഖരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേരും എന്നറിയിച്ചിട്ടുണ്ട്. പാർട്ടി പുനഃസംഘടനയ്ക്ക് ശേഷം, പ്രത്യേകിച്ച് ബൂത്ത് തല പുനഃസംഘടന ഒറ്റ ദിവസം കൊണ്ട് ഒരേ സമയം പൂർത്തിയാക്കിയതിന് ശേഷം കേരളത്തിലെ 14 ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് പ്രസിഡന്റുമാരുടെയും ഉപരി കമ്മിറ്റി നേതാക്കന്മാരുടെയും കൺവെൻഷൻ നടത്തുന്നതിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഈ ജില്ലയിലും ഈ കൺവെൻഷൻ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കൺവെൻഷന് ശേഷം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി വളരെ സജീവമായിട്ട് നീങ്ങുന്നതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് ഈ ജില്ലാ കൺവെൻഷൻ തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം നവംബർ മാസത്തിലെ KPCC പ്രസിഡന്റിൻ്റെ ജനപക്ഷ യാത്ര വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും ഒക്കെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഒരു ആരംഭം എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ കൺവെൻഷനെ പാർട്ടി ഉദ്ദേശിക്കുന്നത്. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊടുപുഴ നെഹ്റു യുവകേന്ദ്ര ഹാളിൽ നടന്ന ക്യാമ്പ് ഇടുക്കി അസിസ്റ്റന്റ് കളക്ടർ ജാഫർ മാലിക് IAS ഉദ്ഘാടനം ചെയ്തു. നിരവധി യുവാക്കൾ ക്യാമ്പിന്റെ പ്രയോജനം ഉപയോഗപ്പെടുത്തി. ഇടുക്കി നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊടുപുഴ നെഹ്റു യുവകേന്ദ്ര ഹാളിൽ നടന്ന ട്രെയിനിംഗ് ക്യാമ്പിൽ നിരവധി യുവജനങ്ങൾ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടുക്കി അസിസ്റ്റന്റ് കളക്ടർ ജാഫർ മാലിക് IAS ആണ് നിർവഹിച്ചത്. തൊടുപുഴ MG കോളേജ് പ്രിൻസിപ്പൽ KU നിസാർ, നെഹ്റു യുവകേന്ദ്ര യൂത്ത് കോർഡിനേറ്റർ K ഹരിരാജ്, TK മോഹനൻ തുടങ്ങിയവർ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. If you do any single work in one day for 5 years, or you all are in +2, which class they are in? Which +2? Okay. BCom. Okay. So your career is already started, and I think within 3 or 4 or 5 years you will be handling any job. So if you are doing any single work for developing your leadership for a single day, any single work in a single day, then you can believe that after 3 years you may become a leader. If I was organizing these kind of leadership programs, then what will be my approach? My approach will be that I will make
there are 40 students, I will make group of 5 students, 8 group of 5 students. Then I will give a task to 4 groups and another task to 4 groups. Then I will assess that who is the person in a single group who was more devoted to that approach, means who participated more to solve that problem. യുവജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ നെഹ്റു യുവകേന്ദ്ര നടത്തുന്നുണ്ട്. ഈ തരത്തിലുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ദേശീയ കർഷക പ്രക്ഷോഭ ദിനം നെടുങ്കണ്ടത്ത് കൂട്ട സത്യാഗ്രഹവും സെമിനാറും സംഘടിപ്പിച്ച് നടത്തും. 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന പ്രക്ഷോഭ പരിപാടി CPI ദേശീയ നേതാവ് കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി മാത്യു വർഗീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സുനിൽ സെബാസ്റ്റ്യൻ, KR ഷാജി എന്നിവർ പങ്കെടുത്തു. കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ സമരം നടത്താനാണ് കിസാൻ സഭ നാഷണൽ കൗൺസിൽ യോഗം ജയ്പൂരിൽ യോഗം ചേർന്ന് തീരുമാനിച്ചത്. ഈ കേരളത്തിൽ ഞങ്ങൾ നിരന്തരമായി സമരത്തിലായതുകൊണ്ട് ഈ മാസം 29-ാം തീയതി ആ ദിനാചരണം നടത്താനാണ് തീരുമാനിച്ചത്. രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന വലിയ കർഷക പങ്കാളിത്തമുള്ള സത്യാഗ്രഹ സമര പരിപാടിയാണ് കേരളത്തിൽ എല്ലായിടത്തും നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഇടുക്കിയിൽ നെടുങ്കണ്ടത്ത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള ഒരു സത്യാഗ്രഹ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം സഖാവ് കാനം രാജേന്ദ്രനാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ സംഘടനകളുടെ നേതാക്കൾ ആ സമരത്തിൽ അഭിവാദ്യമർപ്പിച്ച് സംസാരിക്കും. നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന ജോയ്സ് ജോർജ് എംപിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തൊടുപുഴയിൽ SY പ്രവർത്തകർ പ്രകടനം നടത്തി. സമരം 3 ദിവസം പിന്നിട്ടെങ്കിലും ചർച്ചയിൽ പരിഹാരമാകാത്തത് സമരത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊടുപുഴയിൽ SY നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. KTUCM സംസ്ഥാന സമ്മേളനവും തൊഴിലാളി സംഗമവും സെപ്റ്റംബർ 26-27 തീയതികളിൽ കൊല്ലത്ത് നടക്കും. കേരള കോൺഗ്രസിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് തൊഴിലാളി സംഗമം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രി KM മാണി ഉദ്ഘാടനവും PJ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തുന്ന സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ഭാരവാഹികളായ റോഷി അഗസ്റ്റിൻ MLA, ബേബി പതിപ്പള്ളി, രാജു തോമസ്, A അലിയാരിക്കുട്ടി, MS ജയൻ, തോമസ് കരിപ്പീച്ചി, VA മാനച്ചൻ, TA മൽക്ക, സാംസൺ അക്കക്കാട്ട്, തോമസ് വടക്കേക്കര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. 26-ാം തീയതി ആരംഭിക്കുന്ന സമ്മേളനം സംസ്ഥാനത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നുള്ള തൊഴിലാളി പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കൊല്ലം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ 27-ാം തീയതി ചേരുന്ന തൊഴിലാളി സംഗമം തീർച്ചയായിട്ടും ഒരു പുത്തൻ അനുഭവമായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കേരളത്തിലെ സംഘടിതരും അസംഘടിതരുമായ തൊഴിലാളികൾ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ വ്യാപ്തിയെ ഉൾക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് പ്രധാനപ്പെട്ട ചില പ്രമേയങ്ങൾ 27-ാം തീയതി ചേരുന്ന സംസ്ഥാന സംഗമത്തിൽ അവതരിപ്പിക്കുകയും അത് ഗവൺമെന്റുമായി ചർച്ച ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാനുമാണ് താല്പര്യപ്പെടുന്നത്. മുട്ടം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെയും സ്വരലയ സംഗീത കലാലയത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 30-ാം തീയതി മുതൽ ഒക്ടോബർ 3 വരെ നവരാത്രി സംഗീത മഹോത്സവം നടത്തും. പ്രശസ്ത സംഗീത പണ്ഡിതന്മാർ സദസ്സിനെ ഗംഭീരമാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തൊടുപുഴ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. റബ്ബർ വിലയിടിവിനെതിരെ വിവിധ കർഷക സംഘങ്ങൾ തൊടുപുഴ നഗരത്തിൽ സമര പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു.
മുട്ടം തോട്ടുങ്കര പാലത്തിൽ ഗർത്തം രൂപപ്പെട്ടത് ഭീതി പരത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. F1 Car Accessories, മങ്ങാട്ടുകവല ബൈപ്പാസ്, കൈതക്കോട് ജംഗ്ഷൻ, തൊടുപുഴ. പ്രമുഖ കമ്പനികളുടെ കാർ സ്റ്റീരിയോകൾ, സ്പീക്കറുകൾ, സെൻട്രൽ ലോക്ക്, സീറ്റ് കവറുകൾ, അലോയ് വീലുകൾ, വീൽ കപ്പുകൾ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ F1 Car Accessories, ഓട്ടോകോപ്പ്, JBL, ക്രോസ്ലിംഗ് വീൽസ്, പൈനിയർ, JVC, കെൻവുഡ്, സോണി എന്നീ പ്രമുഖ കമ്പനികളുടെ കാർ ആക്സസറീസ് മിതമായ നിരക്കിൽ. F1 Car Accessories, മങ്ങാട്ടുകവല ബൈപ്പാസ്, കൈതക്കോട് ജംഗ്ഷൻ, തൊടുപുഴ. ഫോൺ 8086926009, 9037419994. Kenna Fashion Hub, be a princess as your desire. വൈവിധ്യമാർന്ന ചുരിദാർ മെറ്റീരിയൽസ്, കുർത്തീസ്, ലെഗിൻസ്. ഈ പൊന്നോണത്തെ വരവേൽക്കാൻ കെന്ന ഫാഷൻ ഹബ് നിങ്ങൾക്കായി പുതുപുത്തൻ വസ്ത്രശ്രേണിയുമായി അത്യാധുനിക സൗകര്യത്തോടുകൂടിയ ബ്യൂട്ടി പാർലർ. കെന്ന ഫാഷൻ ഹബ്, നാനോസ് ടവർ, ഓപ്പോസിറ്റ് മലബാർ കോപ്പ്, ടെമ്പിൾ റോഡ്, തൊടുപുഴ. ഫോൺ 9446 04862 225140. എല്ലാ പ്രേക്ഷകർക്കും കെന്ന ഫാഷൻ ഹബിന്റെ ഓണാശംസകൾ. പുതിയ ട്രെൻഡ്, പുതിയ ചുവടുവയ്പ്. ബാൽക്കർ ഫുട്വെയേഴ്സ്, മണക്കാട് ജംഗ്ഷൻ, തൊടുപുഴ. പ്രമുഖ കമ്പനികളുടെ ഷൂസ്, സാൻഡൽസ്, ബാഗുകൾ, ട്രോളി ബാഗുകൾ, കുടകൾ, റെയിൻകോട്ടുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവുമായി ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം തൊടുപുഴയിൽ. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ജെൻസിനും ലേഡീസിനുമായി സെപ്റ്റംബർ 1 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ബാൽക്കർ ഫുട്വെയേഴ്സ്, മണക്കാട് ജംഗ്ഷൻ, സീമാസിന് എതിർവശം, തൊടുപുഴ. തിളക്കം സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, ധന്വന്തരി ബസ് സ്റ്റോപ്പിന് സമീപം, പാലാ റോഡ്, തൊടുപുഴ. തിളക്കം സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, ധന്വന്തരി ബസ് സ്റ്റോപ്പിന് സമീപം, പാലാ റോഡ്, തൊടുപുഴ. അറ്റ്ലസ് ഫുഡ്വെയർ, ഗാന്ധി സ്ക്വയർ, പാലാ റൂട്ട്, തൊടുപുഴ. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും പുതുപുത്തൻ കളക്ഷൻ മിതമായ വിലയിൽ. വുഡ്ലാൻഡ്, നൈക്ക്, പ്യൂമ, അഡിഡാസ്, റീബോക്ക്, ഫില, ലോട്ടോ, ലീ കൂപ്പർ, ബുക്കാറോ, സ്പാരക്സ്, അമേരിക്കൻ ടൂറിസ്റ്റർ, VIP, സ്കൈ ബാഗ്സ്, സ്പൈസ് ബാഗ്, വൈൽഡ് ക്രാഫ്റ്റ്, ട്രോളി ബാഗ്സ്, ലേഡീസ് ഹാൻഡ് ബാഗ്സ്. സ്ത്രീയുടെ പാദങ്ങളെ പ്രൗഢിയണിയിക്കും ഫാൻസി ചെരുപ്പുകൾ, ഡെയിലി വെയർ ചെരുപ്പുകൾ, ഫാൻസി ഷൂസ്, ഇമ്പോർട്ടഡ് ചപ്പൽസ്. സ്കൂൾ ബാഗുകൾക്ക് 5% മുതൽ 30% വരെ ഡിസ്കൗണ്ട്. കൂടാതെ 1 വർഷത്തെ വാറന്റിയും. അറ്റ്ലസ് ഫുഡ്വെയർ, ഗാന്ധി സ്ക്വയർ, പാലാ റൂട്ട്, തൊടുപുഴ.